വെട്ടിക്കുഴി, ഈ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് നിക്ഷേപകന്റെ പണം കൊടുക്കാതെ അവരെ ആത്മഹത്യയിലേക്കടക്കം തള്ളിവിടാൻ കാരണമാകുന്ന സാഹചര്യം, ആ ബാങ്കിന്റെ നടുവൊടിക്കുന്ന അടക്കമുള്ള കെടുകാര്യസ്ഥതയ്ക്കൊക്കെ കാരണം നിങ്ങളുടെ പാർട്ടിയാണോ? അതെങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്? കഴിഞ്ഞ തവണ ശ്രീ റെജി ലൂക്കോസ്, ഞാൻ ശ്രീ ജോയ് വെട്ടിക്കുഴിയോടാണ് ചോദിച്ചത്. അങ്ങ് ഉന്നയിച്ച ആരോപണം ചോദ്യ രൂപേണ ഞാൻ ശ്രീ ജോയ് വെട്ടിക്കുഴിയിലേക്ക് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ചെല്ലുന്നത് എന്നൊക്കെ ഈ UDFന്റെ കയ്യിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കയ്യിലുള്ള ഒരു സഹകരണ സംഘം അത് LDFന്റെ കയ്യിലേക്ക് എങ്ങനെയാണ് ചെല്ലുന്നത് എന്നൊക്കെ നമ്മൾ ഈ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്കൊന്നും പറയും. നമുക്കിപ്പോൾ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എത്ര സംഘങ്ങൾ കൂടെ കോൺഗ്രസിൻ്റെ LDF പിടിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റു രീതിയിൽ പോയിട്ടുണ്ട് എന്നുള്ളതല്ല. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു നിക്ഷേപകൻ പോലും സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരിച്ചു കിട്ടാത്തതിൻ്റെ പേരിൽ മേലിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ഇടയാവരുത്. ആ ഒരു നിലയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയണമെന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. അയാൾക്ക് ആ നിക്ഷേപം തിരിച്ചു കിട്ടാതെ വരുന്നത് അത് ഏത് ഭരണസമിതി ഭരിക്കുന്ന സംഘത്തിൽ നിന്നാണ് എന്നുള്ളതല്ല. ഒരിക്കലും ആ രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാനായിട്ട് അടിസ്ഥാനപരമായി സാബുവിന് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ നിക്ഷേപം തിരികെ കിട്ടാത്തതിന്റെ പേരിലാണ്. അത് ഏത് ഭരണസമിതി ഭരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഉണ്ടാകുന്നത് ആ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടാകുന്നത് കൊണ്ടാണ്. അത് ഏത് ഭരണസമിതി എന്ന കാര്യത്തിൽ പ്രസക്തി ഉണ്ടാകുന്നത് ആ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടാകുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. സാബു ഈ നിക്ഷേപം നടത്തുന്ന സമയത്ത് ആ ബാങ്ക് ഭരിക്കുന്നത് ആരാണ്? സാബു നിക്ഷേപം നടത്തുന്ന സമയത്ത് ആ ബാങ്ക് ഭരിക്കുന്നത് ആരാണ്? ബാങ്ക് ഒരു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഒരു ബാങ്കാണ്. കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും രൂപീകൃതമായ ഒരു ബാങ്ക് LDF ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ LDF ഭരണസമിതി അവിടെ വരണമെങ്കിൽ അതിൻ്റെ ഒരു സൂത്രം എന്താണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഈ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട്ട് കണ്ടില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പത്തനംതിട്ടയിൽ കണ്ടില്ലേ? അങ്ങനെയാണല്ലോ കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന പല സംഘങ്ങളും CPMന്റെ നിയന്ത്രണത്തിലേക്ക് പോകുന്നത്. അല്ലാതെ ആളുകൾ വോട്ട് ചെയ്താണോ അങ്ങനെ ഒരു CPMന്റെ കയ്യിലേക്ക് എത്തിക്കുന്നത്? ആ രീതിയിലാണ് ഈ സംഘത്തിൻ്റെയും നിയന്ത്രണം കഴിഞ്ഞ 2 ടേമായി CPMന്റെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് ആരുടെ കയ്യിലാണ് അയാളെ CPM ഇതിന്റെ ഭരണസമിതിക്ക് നേതൃത്വം നൽകി തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പോൾ ഒരു അവരുടെ നേതൃത്വത്തിൽ ഉള്ള ഭരണസമിതി ഇത് 2ാമത്തെ ടേമാണ് ഇപ്പോൾ അവർ അധികാരത്തിലിരിക്കുന്നത്. എത്ര വർഷം? അപ്പം അതായത് ഈ LDF ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ബാങ്കിന്റെ ഭരണം LDFന്റെ കയ്യിലേക്ക് പോയത്. എത്ര വർഷം? അതുകൊണ്ട് കേൾക്കുന്നുണ്ടോ? എത്ര വർഷമായി അവിടെ ഇടതു ഭരണസമിതി അധികാരത്തിലിരിക്കുന്നു? എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 7 വർഷത്തിൽ കൂടുതലായിട്ട് അവിടെ ഇടതുപക്ഷത്തിന്റെ ഭരണസമിതിയാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. ഈ സാബുവിന്റെ നിക്ഷേപം അടക്കം ഉണ്ടാകുന്നത് എത്ര കാലമായിട്ടാണ്? സാബുവിന്റെ നിക്ഷേപത്തെ പറ്റി അവർ പറയുന്നത് ഒരു 2000 വളരെ കാലങ്ങൾ മുമ്പ് മുതൽ അദ്ദേഹത്തിന് ബാങ്കിൽ ഇടപാടുണ്ടായിരുന്നു. 2020 അദ്ദേഹത്തിന്റെ ഒരു ഏതാണ്ട് അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങൾ പിൻവലിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും അദ്ദേഹം പൈസ ഡിപ്പോസിറ്റ് ചെയ്തു. ആ പൈസ തിരിച്ചു കിട്ടുന്നതിനാണ് ഈ ബുദ്ധിമുട്ടുണ്ടായത് എന്നുള്ള നിലയിലാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് അതിന്റെ ബാക്കി അതായത് പിൻവലിച്ചതിന് ശേഷം വീണ്ടും നിക്ഷേപം അവിടെ നടത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ശരി, ഓക്കെ. അവിടെ ഡിപ്പോസിറ്റ് ചെയ്യും. അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈ സഹകരണ സംഘങ്ങൾക്ക് അതായത് LDF ആവട്ടെ UDF ആവട്ടെ അവർക്കൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് ഇന്ന് കേരളത്തിൽ ഒരു സംവിധാനമില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയായിട്ട് നിൽക്കുകയാണ്. നേരത്തെ ഏതെങ്കിലും സംഘത്തിന് ഇതുപോലെ ഒരു നിക്ഷേപം തിരിച്ചു കൊടുക്കുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവർക്ക് ഓടിച്ചെന്ന് ജില്ലാ ബാങ്കിനോട് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഒരു ഓടി കിട്ടി അവർക്ക് ഈ ഡിപ്പോസിറ്റേഴ്സിൻ്റെ ഒക്കെ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു. ഈ ജില്ലാ ബാങ്കുകൾ പിരിച്ചുവിട്ട് അതെല്ലാം കേരള ബാങ്കായിട്ട് മാറിക്കഴിഞ്ഞതോടുകൂടി ഈ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഈ ചെറുകിട സഹകരണ സംഘങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവരെ സഹായിക്കാനായി ഇന്ന് ആരുമില്ല. നേരത്തെ ജില്ലാ ബാങ്ക് ഉണ്ടായിരുന്ന സമയത്ത് ഇനി ഏതെങ്കിലും ഒരു ഭരണസമിതി മോശമാണ് എങ്കിൽ അവിടെ
ഗവൺമെന്റ് ജില്ലാ ബാങ്ക് അല്ല, അത്തരം സംവിധാനങ്ങൾക്ക് പണം കൊടുക്കാനേ കഴിയുള്ളൂ. അത്തരം സംവിധാനങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും അല്ലല്ലോ മനുഷ്യന് നേരെ ഭീഷണി ഉണ്ടാകുന്നത്. ശ്രീമതി മേരിക്കുട്ടി ഇവിടെ വന്നു എന്ന് പറഞ്ഞു, കൈകാര്യം ചെയ്യും എന്ന ഭീതി ഉണ്ടായിരുന്നു സാബുവിന് എന്ന്. ആ ഭീതി ഈ സംവിധാനങ്ങളുടെ കുറവ് കൊണ്ടുണ്ടാവുന്നതല്ല, അത് കൃത്യമായ ഭീഷണി കൊണ്ടുണ്ടാവുന്നതാണ് എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം.